ഉള്ളിക്കിഴങ്ങ്, പച്ചമുളക്, തക്കാളി എടുത്തിട്ട് നമ്മൾ നാടൻ കോഴിക്കറി ഉണ്ടാക്കാൻ പോകാം കേട്ടോ. അങ്ങനെ ചിക്കനൊക്കെ നല്ല മസാല വെച്ച് സെറ്റാക്കി വെച്ചിട്ട് അടിപൊളിയാക്കി മസാല പിടിക്കാൻ വേണ്ടി നിൽക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ അരിഞ്ഞു വെച്ച ഈ പച്ചക്കറികൾ എടുത്തിട്ട് നമ്മൾ കുക്കറിലെടുത്തിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക. വേവിച്ചെടുക്കുക മീൻസ് നന്നായിട്ട് ഒന്നിങ്ങനെ സെറ്റായിട്ട് വേവിച്ചെടുക്കുക. നല്ല അടിപൊളിയായിട്ട് സ്റ്റീം ചെയ്ത് വേവിക്കുക വെച്ചാൽ അങ്ങനെ വേവിക്കുക, അല്ലെങ്കിൽ നല്ല ഇളക്കി കൊടുത്ത് വേവിക്കുക. നമ്മൾ കുറച്ച് നേരം അതൊന്ന് വേവിച്ചതൊന്ന് സെറ്റായി വരുമ്പം നമ്മളൊന്നുകൂടെ നല്ല കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നുകൂടെ മിക്സ് ആക്കിയിട്ട് ആക്കുക. ഓൾറെഡി അതിൽ വെള്ളം ഉണ്ടെങ്കിൽ അതന്നെ മതി. എന്നിട്ട് നന്നായിട്ട് സ്റ്റീം ചെയ്യുക. അതിൻ്റെ ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ആ മസാല തേച്ച് സെറ്റാക്കി വെച്ചാൽ ചിക്കനിലേക്ക് എടുത്തിട്ട് നന്നായിട്ട് ഇളക്കുക. നന്നായിട്ട് ഇളക്കുക മീൻസ് നന്നായിട്ട് ഇളക്കുക, നന്നായിട്ട് മിക്സ് ആക്കുക കേട്ടോ. അത് മിക്സ് ആക്കുക, നന്നായിട്ട് അടിപൊളിയായിട്ട് മിക്സ് ആക്കുക. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. വെള്ളം ഒഴിച്ചിട്ട് ഒന്നുകൂടെ മിസ്സാക്കുക കേട്ടോ. എന്നാലും നന്നായിട്ട് കണ്ട് ആ ഒരു മസാല കണ്ട് സെറ്റായി കിട്ടുള്ളൂ. കുക്കറിലാകുമ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇളക്കാൻ പറ്റില്ല. അതുകൊണ്ട് നന്നായിട്ട് മിക്സ് ആക്കുക. ഇപ്പോൾ ആ എരിവൊക്കെ നോക്കുക, എരിവൊന്നും ഇല്ലെങ്കിൽ കുറച്ചുകൂടെ മുളക് പൊടി ഇട്ട് കൊടുക്കുക, ഉപ്പില്ലെങ്കിൽ ഉപ്പിട്ട് കൊടുക്കുക. എല്ലാം സെറ്റാണോ എന്ന് നോക്കിയിട്ട് മാത്രം നമ്മൾ എന്ത് ചെയ്യുക, ഈ കുക്കർ അടച്ച് നന്നായിട്ട് 4 വിസിൽ, കറക്റ്റ് 4 വിസിലിൽ നമ്മളത് ഓപ്പൺ ചെയ്യേണ്ടതാണ്. 4 വിസിൽ കൂടാൻ പാടില്ല. കറക്റ്റ് 4 വിസിൽ അടിക്കുമ്പോൾ നമ്മൾ ആ ചിക്കൻ എടുക്കുക. അതും ബ്രോയിലർ ചിക്കൻ എടുക്കണം. ലെഗോൺ ചിക്കൻ ആണെങ്കിൽ 5 വിസിൽ. അങ്ങനെ തുറന്ന് വരുമ്പോൾ നല്ല നാടൻ ചിക്കൻ കറി, അടിപൊളി നാടൻ ചിക്കൻ കറി റെഡി ആട്ടോ. കിഡിലൻ ടേസ്റ്റ് ആയിരിക്കും. നല്ല ആർക്കും ഏത് കറി ഉണ്ടാക്കാൻ നിശ്ചയില്ലാത്തവനും ഉണ്ടാക്കാൻ പറ്റുന്ന കിഡിലൻ റെസിപ്പിയാണ്. അടിപൊളിയാണ്. നമ്മളെന്ത് ചെയ്യുക, ഒരു പാക്കറ്റ് ബ്രെഡും വാങ്ങിക്കുക, നന്നായിട്ട് സ്റ്റീം ചെയ്യുക. സ്റ്റീം ചെയ്തിട്ട് ഈ ചിക്കൻ കറിയും കൂട്ടിയിട്ട് അടിക്കുക. അടിപൊളിയാണ്. ചിക്കൻ കറിയും ബ്രെഡും അത് സ്റ്റീം ചെയ്തെടുത്താൽ സെറ്റ് വേറെ ലെവലായിരിക്കും.